ക്രിസ്തുവിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. നമ്മുടെ ലൈഫിൽ വലിയ പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ, മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളെല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, മതി കർത്താവേ, എനിക്കിതിനെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്കിതിനെ ഓവർകം ചെയ്ത് ജീവിക്കുവാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല, എൻ്റെ പ്രാണനെ അല്ലെ എനിക്ക് മതിയെന്ന് പറഞ്ഞ് പല സാഹചര്യങ്ങളും നമ്മൾ മാറി നിൽക്കാറുണ്ട്. മതിയെന്ന് പറഞ്ഞ് നമ്മൾ ആ പ്രതികൂലത്തിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കാറുണ്ട്. ബൈബിളിനകത്തും അങ്ങനെ ഒരു വ്യക്തിയുണ്ട്, മതി കർത്താവേ എന്ന് പറഞ്ഞ ഒരു വ്യക്തി. വലിയ ഒരു പ്രതികൂലത്തിൻ്റെ നടുവിൽ, വലിയ ഒരു പ്രതിസന്ധിയുടെ നടുവിൽ ഒരു സ്ത്രീ പറഞ്ഞ വാക്കിൻ്റെ മുന്നിൽ ഭയന്ന് ചെന്ന് ഭാരപ്പെട്ട് പേടിച്ച് ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്നിട്ട് അഭിഷേകമുള്ള വ്യക്തി, നിയോഗമുള്ള വ്യക്തി, അടുത്തൊരു ശുശ്രൂഷയുള്ള വ്യക്തി പറയുകയാണ്, കർത്താവേ മതി, എൻ്റെ പ്രാണനെ എടുക്കണമെന്ന്. ജീവിതത്തിൻ്റെ പ്രതികൂലം വരുമ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് മതി എന്ന്. പക്ഷെ ഒന്ന് ഞാൻ പറയട്ടെ, ഒരു പ്രവചന ശബ്ദമായി നിങ്ങൾ ഇതിനെ എടുക്കുക. മതി കർത്താവേ എന്ന് പറയാതെ, ഹല്ലേലൂയ, എനിക്ക് ഈ പ്രശ്നത്തിനകത്തും ജയിക്കുവാൻ എൻ്റെ ദൈവം ഒരു പ്രത്യേക അഭിഷേകം തന്നിട്ടുണ്ടെന്ന് നിങ്ങളുടെ നാവുകൊണ്ട് നിങ്ങൾ പോസിറ്റീവായ വാക്കുകൾ പറയുന്നെങ്കിൽ, ഏത് വലിയ പ്രതികൂലമായിരുന്നാലും, ആരുടെ വാക്കുകൾക്ക് മുന്നിൽ നീ ഭീതിപ്പെടുത്തിയാലും, നിന്നെ ഭയപ്പെടുത്തി നിരാശപ്പെടുത്തിയാലും, അതിൻ്റെ മുന്നിൽ ജയിക്കുവാൻ ദൈവം നിനക്കൊരു കൃപ തരും. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഇങ്ങനെയുള്ള പ്രതിസന്ധികളിൽ കൂടെ, പ്രശ്നത്തിൽ കൂടെ, രോഗത്തിൽ കൂടെയൊക്കെ കടന്നു പോകുമ്പോൾ, ഹല്ലേലൂയ, പിശാച് പറയും നിന്റെ ജീവിതം തീർന്നു പോകുന്നു. അതുകൊണ്ട് നിങ്ങളത് കേട്ടിട്ട് പറയും, കർത്താവേ മതി, ഈ രോഗത്തിനകത്ത് നിന്ന് എനിക്ക് ജീവിക്കാൻ മടിയാണല്ലേ, രോഗത്തെ ഫേസ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല, എനിക്ക് മതി, എനിക്ക് ജീവിക്കണ്ട. പക്ഷെ അങ്ങനെ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വിശ്വാസത്താൽ ഇന്ന് പറയുക, ഈ രോഗത്തിൽ നിന്ന് ഞാൻ വിടുതലിലേക്ക് നയിക്കും, ഈ ശാപത്തിൽ നിന്ന് കർത്താവ് എന്നെ വിടുവിക്കും, ഈ സങ്കടത്തിനകത്ത് നിന്ന് കർത്താവ് എന്നെ പുറത്തു കൊണ്ടുവരും. ഇന്ന് രാത്രി അങ്ങനെ വിശ്വസിക്കുന്നുവെങ്കിൽ ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരും. ഈ മാസത്തിൽ നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങളെ നോക്കി, പ്രതികൂലങ്ങളെ നോക്കി, സങ്കടങ്ങളെ നോക്കി, കഷ്ടതയെ നോക്കി അതിനെ ഞാൻ ജയിക്കുമെന്നുള്ള വാക്കുകൾ പറയുക. ഏതു വലിയ പ്രതിസന്ധിക്ക് നടുവിലും, ഏത് വലിയ പ്രതികൂലത്തിൻ്റെ നടുവിലും, ചൂരച്ചെടിയുടെ തണലാണെങ്കിലും, ഒരു പക്ഷെ നിന്നെ അവൻ സഹായിക്കുവാൻ ആരുമില്ല, നീ ഒറ്റപ്പെട്ട അവസ്ഥയിലൂടെ കടന്നു പോകും. പക്ഷെ ദൈവം പറയുന്നു, ഹാലിൽ നിന്നെ കരുതുവാൻ എൻ്റെ കർത്താവിൻ്റെ കരം നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ഇന്ന് രാത്രി പ്രവചന ശബ്ദത്തെ ആമേൻ പറഞ്ഞ് സ്വീകരിക്കുക. നിങ്ങളെ കരുതുന്ന ഒരു ദൈവമുണ്ട്. പ്രതികൂലത്തിൻ്റെ നടുവിൽ നിങ്ങളെ ആശ്വസിപ്പിച്ച് അടുത്ത ഒരു നിയോഗത്തിന് വേണ്ടി, അടുത്തൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങളെ കൊണ്ടുപോകുന്ന ഒരു ദൈവ സാന്നിധ്യം നിങ്ങളുടെ കൂടെയുണ്ട്. ചൂരച്ചെടിയുടെ തണലിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല, പ്രതികൂലത്തിൻ്റെ നടുവിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല, പ്രതിസന്ധിയുടെ നടുവിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല, രോഗക്കിടക്കയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. അതിനെ മാറ്റി വിരിക്കുന്ന ഒരു കർത്താവുണ്ട്. ആമേൻ. ഗോഡ് ബ്ലെസ്.